പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നല്ലോ നമ്മൾ സാൻഡിയാഗോയിലെത്തി. ഞാൻ മോൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ സ്റ്റേ ചെയ്തു. പിറ്റേ ദിവസം രാവിലെ ഹോട്ടലിലോട്ട് പോകാനായിട്ട് ഇറങ്ങുകയാണ്. അവർ ഹോട്ടലിലാണ് സ്റ്റേ ചെയ്യുന്നത്. ഒരു 15 മിനിറ്റ് വാക്കിംഗ് ഡിസ്റ്റൻസിലാണ് സ്റ്റേ ചെയ്യുന്നത്. ഊബർ എടുക്കുകയാണെങ്കിൽ $10 വരും അവിടെ വരെ എത്താനായിട്ട്. 3 മിനിറ്റ് കൊണ്ട് എത്തും കേട്ടോ. അങ്ങനെ ഞങ്ങൾ പിറ്റേ ദിവസം രാവിലെ റെഡിയായി ഊബർ എടുത്തിട്ട് ഹോട്ടലിലോട്ട് പോവാണ്. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇന്ന് സൂവിൽ പോകാനായിട്ടാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ മോൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ 4 റൂംസാണുള്ളത്. 4 റൂംസും ഒരു കോമൺ ഏരിയ, കിച്ചൺ, ഒരു ലോഞ്ച് പോലത്തെ കോമൺ ഏരിയ, 2 ബാത്റൂം, അങ്ങനെ നല്ലൊരു അപ്പാർട്ട്മെൻറ്റാണ് കേട്ടോ. അപ്പോൾ ഇവരുടെ ബാക്കി 2 റൂമിലെ ആൾക്കാർ വെക്കേറ്റ് ചെയ്ത് പോയി. പിന്നെ മോനും വേറെ ലക്നൗവിൽ നിന്നുള്ളൊരു കുട്ടി മാത്രമാണ് 2 റൂമിലുള്ളത്. ബാക്കി 2 റൂമും വേക്കൻ്റ് ആണ് കേട്ടോ. അപ്പം അവിടെ ഞാൻ സുഖമായിട്ട്, നമുക്ക് പേരൻസ് വരുന്നവരൊക്കെ കുട്ടികളുടെ അപ്പാർട്ട്മെൻറ്റിൽ നിൽക്കാറുണ്ട്. അപ്പോൾ ഞാൻ അപ്പാർട്ട്മെൻറ്റിൽ നിന്നു. ഗോവും പിള്ളേരും കൂടെ അവിടെ തൊട്ടടുത്തുള്ള, നമുക്കിങ്ങനെ പോയി വരാൻ എളുപ്പമുള്ള, ഞങ്ങൾ അപ്പാർട്ട്മെൻറ്റിൽ കിടക്കാൻ മാത്രമാണല്ലോ പോകുന്നത്. പിന്നെ ബാക്കി നമ്മളെപ്പോഴും ഒരുമിച്ചായിരിക്കുമല്ലോ. അവർ അപ്പോൾ 10 മിനിറ്റ് ദൂരത്തിലുള്ളൊരു ഹയാത്തിലാണ് ബുക്ക് ചെയ്തിരുന്നത്. അപ്പം നമ്മളിവിടുന്ന് ഊബർ എടുത്ത് പോകുമ്പോൾ ഞാൻ പറഞ്ഞില്ല, ടിപ്പ് കൊടുത്താലാണ് അടുത്ത റൈഡിന് നന്നായിട്ട് പെട്ടെന്ന് നമുക്ക് ഊബർ കിട്ടുക കേട്ടോ. അപ്പോൾ ഇവർ പറയും ഞങ്ങൾ സ്റ്റുഡൻസ് ആണ്ട് അത്ര ടിപ്പൊന്നും കൊടുത്തില്ല, എന്നാലും $10 റൈഡാകുമ്പോൾ നമ്മൾ $12 കൊടുക്കണം. അപ്പം നമ്മളിവിടെ വന്നിട്ട് ഇങ്ങനെ കാർഡ് വെച്ചോ അല്ലെങ്കിൽ അങ്ങനെ സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമൊന്നും വന്നിട്ടില്ല. ഞാൻ ഗോവിൻ്റെ കൂടെ ആയിരുന്നല്ലോ. പക്ഷേ ഞാൻ പറയുകയാണ്, നമ്മളിങ്ങനെ സ്പെൻഡ് ചെയ്യുമ്പം, അതായത് നമ്മളൊരു നോർമൽ HDFCയുടെ കാർഡ് വെച്ചിട്ട് ഞാനൊന്ന് ട്രാൻസാക്ഷൻ ചെയ്ത് നോക്കിയതാണ് കേട്ടോ, UCSDയുടെ ഒരു സുവനീറൊക്കെ വാങ്ങിക്കാൻ പോയപ്പോഴേ. അപ്പോൾ അത് എൻ്റെ എന്ന് പറയാൻ നോർമൽ വിസ കാർഡായിരുന്നു. ഞാൻ ഫോറക്സ് കാർഡ് വാങ്ങിച്ചിട്ടില്ല. ഫോറക്സ് കാർഡ് എടുക്കുവാണ് എപ്പോഴും ഇവിടെ വന്നിട്ടുണ്ട് എക്സ്ചേഞ്ചിന് നല്ലത് കേട്ടോ. അപ്പം അതിനകത്തൊരു ട്രാൻസാക്ഷൻ എമൗണ്ട് തന്നെ, അതായത് ഫോറക്സിൻ്റെ ഒരു ട്രാൻസാക്ഷൻ എമൗണ്ടിൻ്റെ 3.5% വരും. പിന്നെ നമ്മുടെ GST 18%, അങ്ങനെ എല്ലാം കൂടെ വരുമ്പോഴേക്കും നമ്മൾ പർച്ചേസ് ചെയ്യുന്ന എമൗണ്ടിൻ്റെ ഒരു 4.13% കൂടെ എക്സ്ട്രാ വരും കേട്ടോ. അപ്പം നമുക്ക് 4.13 എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് $400, $380 to $400 ആയില്ലേ. അപ്പം നമുക്ക് അങ്ങനെയാണ് ആ എക്സ്ട്രാ ചാർജസ് വരുന്നത്. ഒരു 4.13% കൂടെ വന്നു. നമുക്കിവിടെ ഡോളറിൽ നമ്മൾ സ്പെൻഡ് ചെയ്യുമ്പോൾ നമ്മളൊരു ഹ്യൂജ് എമൗണ്ട് സ്പെൻഡ് ചെയ്തായിട്ട് നമുക്ക് തോന്നും അല്ലേ. നമ്മൾ ഏൺ ചെയ്യുന്ന മണിയിലാണല്ലോ. ഇപ്പോൾ ഓൾമോസ്റ്റ് 95.5 എന്തോ ആണ് എക്സ്ചേഞ്ച്, അതായത് $1 എന്ന് പറഞ്ഞാൽ 95.5 ആണ് റുപ്പീസാണ്. അപ്പം നമുക്ക് ഇങ്ങനെ ഭയങ്കരമായിട്ട് തോന്നും കേട്ടോ. നമ്മൾ സ്പെൻഡിങ് ഹാബിറ്റ് എവിടെ ചെന്നാലും ചെയ്യുന്നവരുണ്ടല്ലോ. അപ്പോൾ ഇവർക്ക് നമുക്ക് ഡോളറിലോട്ട് അങ്ങ് ആ സ്പെൻഡിങ് ചെയ്യുന്ന കാണുമ്പോൾ നമുക്ക് കുറച്ച് ഹ്യൂജ് എമൗണ്ട് ആയിട്ട് തോന്നും. ഇവരിവിടെ ഡോളറിൽ ഏൺ ചെയ്യുന്നതുകൊണ്ട് അവർക്ക് പ്രശ്നമില്ല. പക്ഷേ എന്നാലും കുറച്ച് കാൽക്കുലേറ്റീവായിട്ടാണ് പൊതുവെ ആൾക്കാർ സ്പെൻഡ് ചെയ്യുന്നത് കേട്ടോ. ഇവിടെയും നമ്മൾ കുറച്ച് കോസ്റ്റ് എഫക്റ്റീവായിട്ട് സ്പെൻഡ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ സാൻഡിയാഗോ നല്ലൊരു കോസ്റ്റൽ സിറ്റിയാണ് കേട്ടോ. അതായത് നല്ല പ്ലസൻറ്റ് വെതറാണ്. ഇന്ത്യൻസൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടും. കാരണം 12 മാസവും ഇവിടെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വെതറാണ്, നല്ല വെയിലും. നമ്മുടെ ഇന്ത്യയിലെ പോലത്തെ ഒരു ക്ലൈമറ്റാണ്. കുറച്ച് ഇപ്പോൾ ചൂട് കൂടുതലുണ്ട് കേട്ടോ. പക്ഷേ ടാനിങ് ഭയങ്കരമായിട്ടാവും. ഞാൻ ഗ്രാജുവേഷന് പോയിരുന്നിട്ട് ഇവരുടെ ഓപ്പൺ സ്പേസിലായിരുന്നു ഗ്രാജുവേഷൻ. ഫുൾ ടാനായി കേട്ടോ. ടാൻ എന്ന് പറഞ്ഞാൽ നല്ല കറുത്ത് പോയി എന്ന് പറയാം. ഈ വാച്ച് കെട്ടിയിരിക്കുന്ന സ്ഥലം മാത്രം അങ്ങനെ നമുക്ക് ഡിഫറൻസ് ശരിക്കും മനസ്സിലാവും കേട്ടോ. അപ്പം പക്ഷേങ്കിൽ നമുക്ക് താമസിക്കാൻ ഏറ്റവും നല്ല സിറ്റിയാണ് കാലിഫോർണിയയിൽ സാൻഡിയാഗോയിലാണ് ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്നത്. അപ്പം ഇവിടെയും നമ്മുടെ ഷിക്കാഗോയും തമ്മിൽ 2 മണിക്കൂറിൻ്റെ ടൈം ഡിഫറൻസ് ഉണ്ട്. ഷിക്കാഗോയിൽ പക്ഷേ ഭയങ്കര തണുപ്പ് വരുമല്ലോ, വിൻ്ററിൽ ഹാർഷ് വിൻ്റേഴ്സാണ്. അപ്പോൾ സാൻഡിയാഗോയിൽ വന്നിട്ട് സൂ കാണാൻ പോകാതിരിക്കുന്നത് ഭയങ്കര ഇതാണെന്ന് പറഞ്ഞു. ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു ടൂറിസ്റ്റ് അട്രാക്ഷനാണ് സൂ. പിന്നെ നമുക്ക് ഈ സീ വേൾഡ് കാണാൻ പോകണമെങ്കിൽ പോകാം. പിന്നെ ക്രൂസ് എടുക്കാം. മ്യൂസിയംസ് ഉണ്ട്. കുറേ കറങ്ങാൻ ഇഷ്ടം പോലെ സ്ഥലങ്ങളുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് 4-5 ദിവസം കൊണ്ട് നമുക്ക് കറങ്ങാൻ പറ്റുന്നതരം കറങ്ങാം. ഞങ്ങളിങ്ങനെ ഊബർ ബുക്ക് ചെയ്തു. ആദ്യം ബുക്ക് ചെയ്ത ഊബർ എന്ന് പറഞ്ഞാൽ സെഡാൻ ആയിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ പെട്ടെന്ന് ഗോബു ഓർക്കാതെ, ഞങ്ങൾ 5 പേരുണ്ടല്ലോ, 4 പേർക്ക് പറ്റുന്ന ഒരു ഊബറാണ് ബുക്ക് ചെയ്തത്. അപ്പം ക്യാമറയാണ് വന്നത്. അപ്പോൾ അവർ പറഞ്ഞു മോള് കുഞ്ഞായിരിക്കുമല്ലോ, പുറയിൽ അഡ്ജസ്റ്റ് ചെയ്യാമല്ലോ എന്ന് വെച്ചപ്പോൾ അവരത് സമ്മതിക്കത്തില്ല, റൂളാണ്. നമ്മൾ 3 പേരിൽ കൂടുതൽ, 4 പേരിൽ കൂടുതലുണ്ടെങ്കിൽ നമ്മൾ L XL അങ്ങനെ ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അങ്ങനെ വണ്ടികൾ തന്നെ ബുക്ക് ചെയ്യണം. റൂൾസൊക്കെ പിന്നെ ഭയങ്കരമായിട്ട് ഇവിടെ ഫോളോ ചെയ്യുന്നതാണല്ലോ. അതുപോലെ ഞങ്ങൾ ഇന്നലെ ഗ്രാജുവേഷന് പോയിട്ടാണെങ്കിലും കറക്റ്റ് 10 മണി എന്ന് പറഞ്ഞാൽ കറക്റ്റ് സമയത്തിന് ഭയങ്കരമായിട്ട് വാല്യൂ ഉണ്ട് കേട്ടോ ഇവിടെ. അതുപോലെ തന്നെ ഓരോ കാര്യം റൂള് അനുസരിച്ചാണ്. നമ്മൾ ഓരോ സിഗ്നലിൽ വന്ന് വണ്ടി സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത്, നമ്മൾ നോർമൽ ലെയിൻസിലൂടെ ഒക്കെ പോകത്തില്ലേ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ, സവോയിൽ ഞങ്ങൾ താമസിക്കുന്നിടത്ത്. അപ്പം നമ്മൾ ഓരോ സ്റ്റോപ്പ് ഉണ്ടല്ലോ, ചെറിയ കോർണേഴ്സ്, അതായത് നമ്മുടെ 4 കൂടിയ കവലയൊക്കെ ഇല്ലേ, അവിടെ വന്നിട്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ട് ഒരു വണ്ടിയും ആളും ഒന്നും ഇല്ലെങ്കിൽ തന്നെ നമ്മളൊന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് 1 2 3 അങ്ങനെ കൗണ്ട് ചെയ്യുന്നത്രയും സമയം കൗണ്ട് ചെയ്തിട്ട് മാത്രമേ ക്രോസ് ചെയ്യാവുള്ളൂ എന്നൊക്കെയുള്ള റൂളാണ്. അങ്ങനെ കണ്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഇവരെല്ലാം ഡ്രൈവ് ചെയ്യുന്നു കേട്ടോ. ഡ്രൈവിംഗ് റൂൾസൊക്കെ നന്നായിട്ട് ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ്. അങ്ങനെ ഞങ്ങൾ ഈ പോകുന്ന വഴിയൊക്കെ കാണാൻ നല്ല രസമാണ് കേട്ടോ. എല്ലാം നമ്മുടെ സീ സൈഡിൽ കൂടെയും
ഒക്കെ അല്ലേ. അപ്പം ഈ വെതർ ഇങ്ങനെ ആയതുകൊണ്ട് ഭയങ്കര ടൂറിസ്റ്റുകൾ കുറേ സമയത്ത് ഇവിടെ വരും. ഇവിടങ്ങളിലെല്ലാം സ്കൂൾ അടച്ചിരിക്കുകയാണല്ലോ. അപ്പോൾ അങ്ങനെ വന്നിട്ടുള്ള നല്ല റഷുള്ള ഒരു സമയമാണ്. സൂവിലായാലും ബീച്ചിൽ പോയാലും ഒക്കെ നല്ല തിരക്കാണ്. നല്ല വെതർ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ടാനിങ്ങിൻ്റെ പ്രോബ്ലം ഉണ്ട് കേട്ടോ. സൺസ്ക്രീൻ എത്ര നമ്മൾ 2-3 ലെയറൊക്കെ സൺസ്ക്രീൻ ഇട്ടാൽ തന്നെയും ടാനിങ് ആയിട്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ മുഖമൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഞാനിപ്പം ഭയങ്കരമായിട്ട് കറുത്തു എന്ന് പറഞ്ഞാൽ എൻ്റെ മുഖം ഇത്രയും ഡാർക്കായിട്ട്, അതായത് ടാനിങ് ഇത്രയും എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കേട്ടോ. കാണുമ്പോൾ നമുക്കങ്ങ് ഞാൻ പൊതുവെ ഡിഫറെൻ്റ് ആയ പോലെ എനിക്ക് തോന്നുമായിരുന്നു. അങ്ങനെ നല്ല രസമുള്ളൊരു ഡ്രൈവായിരുന്നു കേട്ടോ. അവിടെ നിന്ന് ഒരു 40 മിനിറ്റ് 40 to 45 മിനിറ്റ്സ് ഡ്രൈവ് ചെയ്തിട്ടാണ് നമ്മൾ സൂവിലെത്തുന്നത്. സൂവിലെത്തുമ്പോൾ നമുക്ക് അതായത് അതിനകത്ത് കയറാൻ വേണ്ടിയിട്ട് പാസ് എടുക്കണം. ഒരു കുട്ടിക്ക്, അതായത് 12 വയസ്സ് താഴെയുള്ള ഒരു കുട്ടിക്ക് ഹാഫ് മതി, ബാക്കി എല്ലാവർക്കും നമ്മൾ പാസ് എടുക്കണം. എത്ര $78, അതെ 80 സംതിങ് അത്രയും ഡോളർ, 78 ആണോ 80 ആണോ എന്ന് ഞാൻ ഓർക്കുന്നില്ല. അത്രയാണ് ഒരാൾക്ക് എൻട്രി ഫീ. നമുക്ക് ഫുൾ ടൈം അതിനകത്ത് കിടക്കാം. അതിനകത്ത് നമുക്ക് അതൊരു 1 ഡേ പാസ്സാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത്. അതിനകത്ത് നമുക്ക് പിന്നെ ഈ സ്കൈ ഫെറി ഒക്കെ ഉണ്ട്. അതായത് നമുക്ക് നമ്മുടെ എന്താണ് അതിന് പറയുന്നത്, സിപ്പ് ലൈൻസ് ഇല്ല ഇങ്ങനെ മുകളിൽ കൂടെ, അതൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ ഡബിൾ ഡക്കർ ബസ്സുണ്ട്, അതൊക്കെ ഫ്രീ ആണ്. ഓൺലി ബഗി എടുത്താൽ മാത്രം അതിന് ചാർജസ് എക്സ്ട്രാ ആണ്. ബാക്കിയെല്ലാം നമുക്ക് ഫുൾ ഡേ ഫ്രീ ആണ്. അപ്പോൾ ഇന്നത്തെ സമയം ഓരോ ദിവസം ടൈം വേരി ചെയ്തുകൊണ്ടിരിക്കും. ഇന്നത്തെ സമയം എന്ന് പറഞ്ഞാൽ വൈകുന്നേരം 5 PM വരെയാണ്. 9 to 5 PM ആയിരുന്നു അന്നത്തെ ദിവസത്തെ സമയം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഈ സൂവിൽ അകത്ത് കയറുമ്പോൾ നമുക്ക് ചൂടെടുക്കുമെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ ഇല്ല, നല്ലതായിട്ട് ഫുൾ ഒരു നാച്ചുറൽ ഹാബിറ്റാറ്റ് പോലെ ഉണ്ടാക്കിയിരിക്കണം. നമുക്ക് നല്ലതായിട്ട് ഇങ്ങനെ നടന്നു പോകാൻ പറ്റും. പിന്നെ ഓരോ 10 മിനിറ്റ് കഴിയുമ്പോഴും റിഫ്രഷിങ് ഏരിയാസ് ഉണ്ട്. അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, കുറേ ഷോപ്പിംഗ് ചെയ്യാനുള്ള സ്ഥലങ്ങളുണ്ട്, ടോയ്ലറ്റ്സും ഒക്കെ നല്ല നീറ്റ്. പിന്നെ ഓരോ സ്ഥലത്ത് 5 മിനിറ്റ് കൂടുന്നിടത്ത് അസിസ്റ്റൻസ് നിൽപ്പുണ്ട്. എന്ത് അസിസ്റ്റൻസും നമുക്ക് കിട്ടും. അങ്ങനെ ഭയങ്കര പ്ലസൻ്റ് ആയിട്ട് നമുക്ക് പോകാൻ പറ്റും. ഇവിടെ ഒത്തിരിയും റെയർ ആയിട്ടുള്ള 650 ടൈപ്പ് ഓഫ് ആനിമൽസ് എന്തോ ഉണ്ട്, സ്പീഷീസ് ഉണ്ട്. അതായത് ഏറ്റവും ഫേമസ് ആയിട്ട് പറയുന്നത് നമ്മൾ ജയൻറ്റ് പാണ്ട ഇവിടെയുണ്ട്. അതാണ് കേട്ടോ, ജയൻറ്റ് പാണ്ട ഉണ്ട്. പിന്നെ പോളാർ ബെയർ ഉണ്ട്, എലിഫൻറ്റ്സ്, ടൈഗേഴ്സ്, ഗോറില്ല, ക്വാല, അങ്ങനെ എല്ലാം ഉണ്ട് കേട്ടോ. ഗൈഡഡ് ബസ് ടൂറാണ് നമുക്ക് എടുക്കാൻ പറ്റുന്നത്. അതായത് നമുക്ക് ഫ്രീ ആയിട്ട് എടുക്കാം. അവരതിനകത്ത് അനൗൺസ് ചെയ്തുകൊണ്ടിരിക്കും ഓരോ പോപ്പുലർ ആയിട്ടുള്ള, അതായത് കാണാൻ പറ്റുന്ന സ്ഥലത്ത് വരുമ്പോൾ അവർ നിർത്തി സ്റ്റോപ്പ് ചെയ്ത് കാണിക്കുകയും ചെയ്യും. അങ്ങനെയാണ് കേട്ടോ. പിന്നെ ഒരു സ്കൈ ഫെറിയുണ്ട്, ഞാൻ പറയുന്നത് ഏരിയൽ ട്രാം, ഇങ്ങനെ സിപ്പ് ലൈൻ പോലെ മുകളിൽ കൂടെ പോകുന്നത്. അപ്പോൾ ഫുൾ വ്യൂ കാണാം, ബ്യൂട്ടിഫുൾ ബൊട്ടാണിക്കൽ ഗാർഡൻസ് കാണാം. അതായത് നമ്മുടെ ഒരു 4 മുതൽ 6 മണിക്കൂർ വരെ നമുക്ക് സുഖമായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റും. ഒരു നല്ല വാക്കിങ്ങിന് പറ്റുന്ന ഒരു ഷൂസ് ഇടുക, കാരണം കുറേ നടക്കണമല്ലോ. പിന്നെ അതുപോലെ തന്നെ രാവിലത്തെ സമയത്ത് എത്തുകയാണെങ്കിൽ, തുറക്കുന്ന സമയത്ത് ആനിമൽസൊക്കെ കുറേ കൂടെ ആക്റ്റീവ് ആയിരിക്കും. ആ സമയത്ത് എത്തുകയാണെങ്കിൽ നമുക്ക് ക്രൗഡ് അവോയ്ഡ് ചെയ്യാൻ പറ്റും. എന്നാൽ ഈ സമയത്ത് ജൂൺ ജൂലൈ ഇവിടുത്തെ പീക്ക് ടൈമാണ്. കാരണം എല്ലാ US നിന്ന് തന്നെയുള്ള ബാക്കിയുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള ആൾക്കാർ ഇവിടെ വരുമല്ലോ വെതർ കാരണം. പിന്നെ നല്ല റീഫിൽ ചെയ്യാൻ പറ്റുന്നൊരു വാട്ടർ ബോട്ടിലുള്ള എല്ലായിടത്തും വെള്ളം നമുക്ക് റീഫിൽ ചെയ്യാൻ പറ്റും. പിന്നെ അല്ലെങ്കിൽ നമുക്ക് റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഇഷ്ടം പോലെയാണ് കേട്ടോ. ഫോട്ടോസ് എടുക്കാം. ഓരോ സമയത്ത് ഫോട്ടോ എടുത്തിട്ട് നമ്മൾ വീഗാലാൻഡിലൊക്കെ പോയി പിന്നെ കാണുമ്പോൾ ആ ഫോട്ടോസ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ഭയങ്കര നല്ലൊരു പ്ലസൻറ്റ്, നല്ല പോപ്പുലർ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ആര് സാൻഡിയാഗോയിൽ വന്നാലും സൂവിൽ പോകാറുണ്ട്. അങ്ങനെ ഞങ്ങൾ സൂ എൻജോയ് ചെയ്യാൻ പോവുകയാണേ. ഞാൻ പറഞ്ഞല്ലോ, നമുക്കിങ്ങനെ സൂയിൽ കൂടെ നടക്കുന്ന പോലെ തോന്നത്തില്ല കേട്ടോ. നമ്മളൊരു ചുമ്മാ ഒരു വാക്ക് എടുക്കുന്ന പോലെ തോന്നും, ഒരു ഫോറസ്റ്റ് ഏരിയ കൂടെ വാക്ക് എടുക്കുന്ന പോലെ തോന്നും. പോലെ തണുപ്പും, ഇത്രയും ചൂടുള്ള സമയത്ത് പോലും ഇത്രയും ട്രീസ് ഉള്ളത് കാരണം നല്ല തണുപ്പും. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ പോളാർ ബെയറും പാൻഡയൊക്കെ കാണാനായിട്ട് എക്സൈറ്റഡ്, കാരണം അത് നമ്മൾ കണ്ടിട്ടില്ലല്ലോ. അങ്ങനെ കുറേ നല്ല ആനിമൽസ്, അതിൻ്റെ നല്ല നാച്ചുറൽ ഹാബിറ്റാറ്റ്സിൽ നമ്മൾ കണ്ടു. ടൈഗറിനെ നമ്മൾ കണ്ടു, പക്ഷേ അതൊരു സൈഡ് മാത്രമേ കണ്ടുള്ളൂ, ശരിക്കും ഫുള്ളായിട്ടൊന്നും കാണാൻ പറ്റിയില്ല. അങ്ങനെ നമുക്ക് നോക്കാം കേട്ടോ ഏതൊക്കെ ആനിമൽസ് ഇനി നമുക്ക് കാണാൻ പറ്റും എന്ന്. അങ്ങനെ ഏറ്റവും രസമായിട്ട് നമുക്ക് തോന്നിയാണ് കേട്ടോ ഈ പാൻഡയെ കണ്ടു. അപ്പോൾ അതിങ്ങനെ ഇരുന്ന് നമ്മളിങ്ങനെ പഠിച്ചിട്ടില്ലേ, പാൻഡ എപ്പോഴും ബാമ്പു സ്റ്റിക്ക് തിന്നുകൊണ്ടിരിക്കുന്നത്. അതിങ്ങനെ നിന്ന് തിന്നുന്ന, അതിന് ഫുൾ ടൈം ഇങ്ങനെ ചാരി, നമ്മൾ സോഫയിലൊക്കെ ഇരിക്കുന്ന പോലെ ഇരുന്ന് ചാരി ഇരുന്ന് അത് കഴിക്കുകയാണ് കേട്ടോ. അത് കാണാൻ നല്ല രസമുണ്ടായിരുന്നേ. കുറേ നേരം ഞങ്ങളവിടെ അത് കണ്ടുകൊണ്ട് നിന്നു. അടിപൊളിയായിരുന്നു കേട്ടോ. കാരണം നമ്മൾ പാൻഡ കുറച്ച് കാണുന്നതല്ലേ, അപ്പോൾ അത് ശരിക്കും നമ്മൾ അതിനെപ്പറ്റി വായിച്ചറിഞ്ഞിരിക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ അത്.
കുറച്ചങ്ങ് ഞങ്ങൾ നടന്ന് ചെന്നപ്പോൾ നമുക്ക് സ്കൈ ഫെറിയിൽ കയറാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അവിടെ ആ ഏരിയയിലെത്തി. അവിടെയായിരുന്നു നമ്മൾ താഴെ അവിടെ ചെന്നിട്ട് ഇതിൽ കയറി താഴെ അവിടെ ചെന്ന് ഇറങ്ങിയിട്ട് പിന്നെ നമുക്ക് ടൂർ എടുക്കണമെങ്കിൽ പിന്നെ എടുക്കാം. ഇത് പിള്ളേർക്ക് ഇപ്പോൾ എടുക്കണമെന്ന് തോന്നി, അങ്ങനെ ഞങ്ങൾ കയറി. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അത് ഒരു കുറച്ച് നേരമേ ഉള്ളൂ, അത്ര സ്പീഡായിട്ടൊന്നുമല്ല, പതുക്കെയാണ് പോയത്. അങ്ങനെ നല്ല താഴത്തെ വ്യൂ ഒക്കെ നല്ലതായിട്ട് ആസ്വദിച്ച് പോകാനായിട്ട് പറ്റി. അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും നമുക്ക് വിശന്ന് കേട്ടോ. എന്ന് വെച്ചാൽ ദാഹിക്കുന്ന പോലെ തോന്നി. അത് ഉച്ചയായിരുന്നല്ലോ, രാവിലെ നമ്മൾ ഇറങ്ങിയതല്ലേ. അപ്പോൾ ഉച്ചയ്ക്ക് നമുക്ക് എന്തെങ്കിലും കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അവിടെ ചെന്നിട്ട് ഞാൻ ഓർത്ത് എനിക്കങ്ങ് തണുത്ത വല്ലതായിട്ട് കുടിക്കാൻ തോന്നി. ഇപ്പം ഞാൻ ഐസ്ക്രീം വാങ്ങിച്ചു. പിന്നെ നമ്മളിവിടെ ഇവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പിസ്സ വാങ്ങിച്ചു. പിന്നെ ചീപ്പോട്ട്ല ഉണ്ടല്ലോ, അത് ഇവിടുത്തെ ഫേമസ് ആണ്, അത് വാങ്ങിച്ചു. അങ്ങനെ ഞങ്ങൾ ആ വെളിയിൽ കുറേ നല്ലൊരു വെയിറ്റിംഗ് ഏരിയ ഉണ്ട്, അവിടെ ഇരുന്ന് അതൊക്കെ കഴിച്ച് നല്ല എൻജോയ് ചെയ്ത് ഫുഡൊക്കെ കഴിച്ച് കുറേ നേരം ഇരുന്നു. അത് കഴിഞ്ഞ് ബാക്കി നമുക്ക് കാണാമെന്നുള്ള രീതിയിൽ ഇരിക്കുകയായിരുന്നു. അത് ഫുഡ് കഴിച്ച് കഴിയുമ്പോൾ ഒരു എനർജി കിട്ടുമല്ലോ, അങ്ങനെ എനർജിയൊക്കെ കിട്ടി കഴിച്ചിട്ട് ബാക്കി കാഴ്ചകളൊക്കെ കാണാമെന്ന് വെച്ച് പോവാണേ. നല്ല രസമായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, കുറേ ഈ സമയമായതുകൊണ്ട് നല്ല കുറേ ആൾക്കാരും ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് കുറച്ച് റഷ് ഉണ്ടായിരുന്നു. പക്ഷേ റഷ് ഉണ്ടെങ്കിൽ നമുക്കത് കുറേ സ്പേസ് ഉള്ളതുകൊണ്ട് അത് റഷിലൊന്നും പ്രശ്നമില്ല. നമ്മൾ ചില ആനിമൽസിനെ കാണുന്ന സ്പോട്ടിൽ ചെല്ലുമ്പോൾ അവിടെ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും വേണ്ടിയിട്ട് കുറച്ചൊരു തിരക്കുണ്ട്. അത് ബാക്കിയൊന്നും കുഴപ്പമില്ല. നമ്മളിങ്ങനെ വലിയ വലിയ കുറേ വീതിയുള്ള സ്ഥലങ്ങളല്ലേ. പിന്നെ ആനിമൽസിനെ സ്പോട്ട് ചെയ്യുന്ന ചില സ്ഥലത്ത് ചെല്ലുമ്പോൾ എല്ലാവരും കൂടി ഒരു ക്രൗഡ് പോലെ തോന്നി. ബാക്കിയല്ലാതെ കുഴപ്പമൊന്നുമില്ല. കാലിഫോർണിയയുടെ പറ്റിയുള്ള എലിഫൻസിനെ പറ്റിയും അതിനെ പറ്റിയുള്ള കുറേ സ്റ്റഡീസും അങ്ങനെ സ്കെൽറ്റൺ സ്റ്റഡീസും അങ്ങനത്തെ സംഗതികളൊക്കെ ചെയ്യാൻ പറ്റുന്ന കുറേ മ്യൂസിയംസ് പോലത്തെ ഉണ്ടായിരുന്നു. പിന്നെ ബട്ടർഫ്ലൈസിനെ കാണുന്ന അങ്ങനെ കുറേ അകത്ത് ചെറിയ ചെറിയ മീൻസ് മ്യൂസിയം പോലെ അതൊക്കെ ഉണ്ടായിരുന്നു.
അങ്ങനെ ഞാൻ ഓർക്കുന്നത് ഇതിന് വോയിസ് ഓവർ കൊടുക്കേണ്ടതായിട്ടൊന്നുമില്ല, എല്ലാ ആനിമൽസും നമുക്ക് കാണുമല്ലോ, അതിൻ്റെ ഡീറ്റെയിലിംഗ് നമുക്ക് വായിച്ചാൽ കിട്ടും. അങ്ങനെ വോയിസ് ഓവർ കൊടുത്ത് എന്ത് പറയാനാണ്, അതുകൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മ്യൂസിക് ഇടുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞു പോകാമെന്നേ ഉള്ളൂ. അങ്ങനെ നമ്മൾ പോളാർ ബിയറിനെ കാണാൻ പോയി കേട്ടോ. അതൊരു ഭയങ്കര രസമായിരുന്നു. അതൊരു ഇഗ്ലൂ പോലെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഫ്രണ്ടിൽ. അപ്പോൾ അവിടെ ആ ഭാഗം ഭയങ്കരമായിട്ട് തണുപ്പിച്ച് തന്നെ വെച്ചിട്ടുണ്ട്. കുറേ ഐസൊക്കെ, ആർട്ടിഫിഷ്യൽ ഐസും അങ്ങനെയൊക്കെ നല്ല രസമായിട്ട് ഫുൾ. അത് പക്ഷേ അതിന് ഫുഡ് കൊടുക്കുന്ന സമയമായിരുന്നു കേട്ടോ. കുറേ നേരം ആൾക്കാരോടെ വെയിറ്റ് ചെയ്തിരിപ്പുണ്ടായിരുന്നു അത് ഇറങ്ങി വരാനേ. നമുക്ക് ഭാഗ്യം ഉണ്ടായിരുന്നു, നമ്മൾ ചെന്ന് കുറച്ച് 2-3 മിനിറ്റ് നിന്നപ്പോഴത്തേന് അതിങ്ങനെ പതുക്കെ ഇറങ്ങി വന്നു കേട്ടോ. അതൊരു നല്ല രസം, ഭയങ്കര റെയർ ആയിട്ടല്ലേ നമുക്കതിനെ കാണാൻ പറ്റുന്നത്. അതിങ്ങനെ ഇറങ്ങി വെള്ളത്തിലോട്ട് വരുന്നതാണ്. അങ്ങനെ രാവിലെ ഒരു 10:30 തൊട്ട് വൈകുന്നേരം ഒരു 3 മണി വരെയുള്ള സമയം നന്നായിട്ട് എൻജോയ് ചെയ്തു. അന്നത്തെ ദിവസം നല്ല രസമായിരുന്നു. എനിക്ക് സൂ അത്ര ബോറിംഗ് ആയിരിക്കും എന്നായിരുന്നു വിചാരിച്ചത്, പക്ഷേ അങ്ങനെയല്ല കേട്ടോ, നല്ല രസമായിരുന്നു. സാധാരണ ഇങ്ങനെ സൂയിൽ കൂടെ പോകുന്നത് പോലെയല്ല, ഒത്തിരി ടയേർഡൊന്നും ആയില്ല, നല്ലതായിട്ട്. പിന്നെ നമ്മൾ ഇന്നലെ വന്ന ആ ഒരു വീക്ക്നെസ്സൊക്കെ നമുക്കൊന്ന് കുറച്ചും കൂടെ ഒന്ന് റിഫ്രഷ് ആക്കണമല്ലോ എന്ന് വെച്ചിട്ട് ഞങ്ങൾ 3 മണിയായപ്പോൾ നിർത്തി. ഈ റെപ്റ്റൈൽസിൻ്റെ ഏരിയയിലോട്ട് നമ്മൾ പോയില്ല, എന്നാലും മാക്സിമം പോകുന്നിടത്തൊക്കെ പോയി എൻജോയ് ചെയ്തു നന്നായിട്ട്. പിന്നെ ഞങ്ങൾ തിരിച്ച് ഹോട്ടലിൽ വരികയാണ് കേട്ടോ. ഹോട്ടലിൽ വന്നു, പിള്ളേർക്ക് പൂളിൽ പോകണമെന്ന് പൂളിൽ പോയി ഫുഡൊക്കെ കഴിച്ചു. അന്നത്തെ ദിവസം റെസ്റ്റ് ചെയ്തു. ഇതായിരുന്നു കേട്ടോ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ലക്ഷ്മി.